ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്നുള്ള പാഠത്തിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എങ്ങനെയാണ് റേഷ്യോ കാണുക, അതിൻ്റെ ഒരു ജനറൽ ഫോമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവാം, അതായത് ചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന ബന്ധങ്ങൾ. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ചതുരം, ആ ഒരു ചതുരത്തിൻ്റെ എന്തൊരു ചതുരമെന്ന് വെച്ചോ, ഈ ഒരു ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണെങ്കിൽ, 3:2 ആണ് കേട്ടോ ഇതിൻ്റെ റേഷ്യോ. ഇതിൻ്റെ റേഷ്യോ 3:2 ആണെങ്കിൽ നമ്മൾ നീളം വീണ്ടും കൂട്ടി 2 സെൻറ്റിമീറ്റർ കൂട്ടി, അതായത് ഇവിടെ 8 ആക്കി, 6 + 2 8 ആക്കി, ഇവിടെ 4 തന്നെ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താവും എന്നാണ് പറഞ്ഞത്, 8:4 ആവും. അതായത് ഇതിന് നമുക്ക് മാറ്റി എഴുതിയാൽ 4:2 ഇല്ലെങ്കിൽ 2:1 ആവും പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു നീളം കൂട്ടിയപ്പോൾ, ലെങ്ത്ത് കൂട്ടിയപ്പം എന്തായി, റേഷ്യോ ചേഞ്ച് ആയി അല്ലേ, 2:1 ആയി. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. അതായത് നമ്മളെ ചതുരം ഇതാണ്, ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:2 ആണ്. നീളം 2 സെൻറ്റിമീറ്റർ കൂട്ടി ഇത് വലുതാക്കി, അതായത് ഇപ്പം ഇവിടെ എക്സ് ആണെങ്കിൽ നമ്മൾ നീളം കൂട്ടി x+2 ആക്കി, വീതി y ആന്ന് വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ചതുരം വലുതാക്കിട്ടോ, അപ്പോൾ നമ്മൾ അംശബന്ധം എന്തായി, 5:3 ആയി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ ഒരു ചതുരം ഉണ്ടല്ലോ, ഈ ഒരു ചതുരത്തിൻ്റെ നീളവും വീതി എത്ര ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്തായിരുന്നു, 3:2 അല്ലേ, നമ്മളെ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, എയും ബിയും രണ്ട് അളവുകളുണ്ടെങ്കിൽ അതിൻ്റെ അംശബന്ധത്തിലേക്ക് നമ്മൾ എങ്ങനെ എഴുതാം, AX:BX എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 3x:2x. ഓക്കെ, ഈ ഒരു നീളത്തിന് നമുക്ക്, അല്ലെങ്കിൽ ലെങ്ത്തിന് നമുക്ക് 3x ആക്കി എടുക്കാം. ബ്രെഡ്ത്ത് വീതിയെ നമുക്ക് എന്താക്കി എടുക്കാം, 2x ആക്കി എടുക്കാം അല്ലേ. ഓക്കെ, അപ്പം നീളം 2 സെൻറ്റിമീറ്റർ കൂട്ടി, അപ്പം 3x+2. അപ്പോൾ നീളം 3x+2 ആയി, വീതി എന്താണ് 2x തന്നെ. ഇതാണ് എന്ത്, 5:3 എന്നുള്ള അംശബന്ധത്തിൽ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, വലുതിൻ്റെ 3 മടങ്ങ് ചെറുതിൻ്റെ 5 മടങ്ങും സെയിം ആണെന്ന് പറയാം അല്ലേ. അതായത് നമ്മളിപ്പോൾ എന്ത് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ വലുതിൻ്റെ 2 മടങ്ങും ചെറുതിൻ്റെ 3 മടങ്ങും തുല്യമാണെന്ന് പറയാം അല്ലേ. ഇവിടെ 3ൻ്റെ 2 മടങ്ങും 2ൻ്റെ 3 മടങ്ങും എന്താണ്, സെയിം ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം, വലുതിൻ്റെ 3 മടങ്ങും ചെറുതിൻ്റെ 5 മടങ്ങും സെയിം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതാം, 3 അതായത് ഇതാണ് കേട്ടോ ചെറുത്, അത് ഇൻറ്റു ഇതാണ് നമ്മളെ വലിയ സംഖ്യ, അതിൻ്റെ മടങ്ങ്. ഓക്കെ, അത് എന്തിന് ഈക്വലാണ്, വലുതിൻ്റെ ചെറുതിന് മടങ്ങിന് ഈക്വലാണ് അല്ലേ. അപ്പോൾ നമുക്ക് 5 × 2x എന്ന് പറയാം. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുക, 3 × 3x 9x + 3 × 2 6 = 5 × 2x 10x. നമുക്ക് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, എക്സ് ഉള്ള പാട്ടിന്. അപ്പോൾ 10 - 9x = 1x അല്ലേ, ഒരെക്സ്. അപ്പോൾ എക്സ് എന്താണെന്ന് കിട്ടി, നമുക്ക് 6 ആണ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അംശബന്ധം, നമ്മുടെ റേഷ്യോ എന്തായിരുന്നു, 3:2 ആയിരുന്നു അല്ലേ റേഷ്യോ. അപ്പം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അളവല്ല നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പം നമുക്ക് 3:2 എന്നുള്ള അംശബന്ധത്തിൽ കാണാം. അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, അതായത് 3 × 6 എത്ര വരിക, 8. 3 × 6 എന്താണ്, 18 വരും കേട്ടോ. പിന്നെ 2 × 6 എത്ര വരിക, 12. അപ്പം ഇതെന്താണ്, ഇത് നീളം, ഇതെന്താണ്, ഇത് വീതി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, അതാണിത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദി റേഷ്യോ 4:3 to make a liquid. On adding 10 more liters of acid, the ratio changed to 3:1. How many liters of acid and water does the liquid contain now? അതായത് ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് 3:4 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ ആസിഡും വെള്ളവും ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ ആസിഡ്
എത്രയാണ്? 4. വാട്ടർ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ നമുക്ക് നമ്മൾ A:B എന്നുള്ള അംശബന്ധത്തിലാണെങ്കിൽ AX:BX എന്നുള്ള ഒരു അളവ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 4x ആസിഡും വാട്ടർ 3x എന്ന് നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ 10 ലിറ്റർ ആസിഡ് അതിലേക്ക് ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ആസിഡ് അല്ല ആഡ് ചെയ്തത്, അപ്പോൾ 4x + 10 എന്ന് നമുക്ക് പറയാം. 4x + 10 ഇതൊക്കെ ലിറ്റർ ആണ്. പിന്നെ മറ്റേത് 3x വാട്ടർ. ഇനി ഇങ്ങനെ റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? A:B = C:D ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് കിട്ടുന്നതിന് ഈക്വൽ ആണ്. അതായത് A:D = B:C ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ 4x + 10 = 3x. അത് എന്തിന് ഈക്വലാണ്? നമ്മുടെ ഈ റേഷ്യോ ഉണ്ടല്ലോ, ഈ റേഷ്യോൻ്റെ അളവിന് ഈക്വലാണ്. അതായത് 3x = 1x. 1x എന്ന് പറഞ്ഞാൽ ഇവിടെ 1x എന്ന് എഴുതിയാൽ മതി, എന്നാലും ഇതിന് ഈക്വലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ ബ്രാക്കറ്റിന്, അതായത് ഇതും ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് സെയിം ആണ്, ഇതും ഗുണിച്ചാൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 4x + 10 × x = 3x × 3x. അതായത് ഇവിടെ എന്ത് വരും? എങ്ങനെ എഴുതാൻ പറ്റും? 4x² + 10x = 3x × 3x എത്ര? 9x². ഓക്കെ, ഇനി ഇതിനെ നമ്മൾ x² ഉള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 10x = 9x² - 4x². അതെത്ര? 5x² അല്ലേ? ഇനി നമുക്കൊരു x ക്യാൻസൽ ചെയ്തുകൂടെ? ഇതിന്ന് ഒരു എക്സും ഇതിന്ന് ഒരു എക്സും. 10 = 5x. അപ്പോൾ നമ്മൾ x എങ്ങനെ കണ്ടെത്തും? x = 10/5. 10/5 എത്ര? 2. നമുക്ക് എക്സിന് 2 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ആസിഡ് എന്തായിരുന്നു? 4x + 10 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിവിടെ എക്സിന് വാല്യൂ കൊടുത്താൽ 4 × 2 + 10 = 8 + 10 18 ലിറ്റർ. ഇപ്പോൾ ഉള്ള ആസിഡിൻ്റെ അളവ് 18 ലിറ്റർ. ഇനി വാട്ടറിൻ്റെ അളവ് എത്ര? വാട്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 3x. അതായത് 3 × 2. അപ്പോൾ 6 ലിറ്റർ വാട്ടറാണ് ഇപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പം അതിലുള്ളത് 6 ലിറ്റർ വാട്ടർ. അപ്പം 18. ഇനി നമ്മൾ ഉത്തരം ശരിയാണ് നോക്കാൻ. 18:6 അല്ലേ? ഇതെത്രേ? ഇത് നമുക്ക് ചെറുതാക്കിയാൽ എന്താക്കി എഴുതാൻ പറ്റും? 3:1 ആക്കി എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഉത്തരം ശരിയാണ് നോക്കാൻ ഈ ഒരു അംശബന്ധം നമ്മുടെ ആൻസറിൽ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം ശരിയാണെന്ന് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.